ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നെസ്. ഇരുട്ടിൽ ജനാധിപത്യം മരിക്കും. ഏതൊരു കാര്യത്തിലും സംശയങ്ങൾ തീർക്കാൻ നല്ലത് സുതാര്യതയാണ്. ഭരണാധികാരികൾ വെളിച്ചത്ത് നിൽക്കുകയാണ് വേണ്ടത്. അതിപ്പോൾ വോട്ട് ചോരിയിലായാലും മോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലായാലും. ജനാധിപത്യം എന്നാൽ സുതാര്യതയാണ് എന്ന് പറയാറുണ്ട്. ഭരണകൂടത്തിനോ ഭരണാധികാരികൾക്കോ ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഉണ്ടാകില്ല, ഉണ്ടാവാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 26 പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത വിചിത്രമായി. നരേന്ദ്രമോദിയുടെയും മുൻ മന്ത്രി സ്മൃതി ഇറാനിയുടെയും വിദ്യാഭ്യാസ യോഗ്യതയുടെ രേഖകൾ പുറത്തു കാണിക്കേണ്ടതില്ല എന്ന് ഡൽഹി ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. ആ രേഖകൾ പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷന്റെ തീർപ്പിനെതിരെ ഹർജിയുമായി ചെന്നത് ഡൽഹി സർവകലാശാലയും CBSEയുമായിരുന്നു. തങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകളെ പറ്റി നാടറിയരുതെന്ന് അവർക്കാണ് ശാഠ്യം. എന്നാൽ വിവരാവകാശത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് ക്രമക്കേടെന്ന് പറയാവുന്ന വിഷയം ഇതിൽ ഉൾപ്പെട്ടത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ബിരുദമുള്ളതായി മോദി തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. അത് തെറ്റാണോ അല്ലേ എന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കാൻ യോഗ്യനോ അല്ലേ എന്ന് നിർണ്ണയിക്കാൻ തക്ക പ്രാധാന്യമുള്ളതാണ്. പ്രധാനമന്ത്രിക്ക് ബിരുദം വേണമെന്ന് നിയമമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്ഥാനാർത്ഥി കള്ളം പറയാൻ പാടില്ല എന്നുണ്ട്. പറഞ്ഞെന്നു തെളിഞ്ഞാൽ അയാളെ അയോഗ്യനാക്കണമെന്നും നിയമമുണ്ട്. സത്യവാങ്മൂലവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയവും സ്വകാര്യമല്ലല്ലോ. അപ്പോൾ മോദിയുടെ ബിരുദരേഖകൾ പുറത്തു കാണിക്കാതിരിക്കാൻ നടന്ന ശ്രമങ്ങളാണ് സംശയമുണർത്തുന്നത്.